അതിനെക്കാട്ടിലേറെ എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ഒരു ഡ്രീമുണ്ട് അല്ലേ. ഒരു കർത്താവിൻ്റെ ഒരു ഡ്രീമിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത്. ഞാനതെൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി പൈസ ഉണ്ടാക്കിയെങ്കിലോ, ലോകത്തിൽ ഒത്തിരി വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയെങ്കിലോ, ഒരു വലിയ ജോലി ചെയ്യുന്നതിലോ, വലിയ ഒരു കാറിൽ പോകുന്നതോ, വലിയ ഒരു വീട് കെട്ടിപ്പൊടുക്കുന്നതോ ഒക്കെ വേണ്ടതാണ്. ആവശ്യമാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാം. അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതല്ല നമ്മുടെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ സ്വപ്നത്തിനനുസരിച്ച് അലൈൻ ചെയ്യുക. കർത്താവിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടല്ലേ, ഈ കർത്താവിന് എന്നെക്കുറിച്ചൊരു ഡ്രീമുണ്ട്. അതനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് എൻ്റെ ജീവിതം സക്സസ്ഫുൾ ആണെന്ന് പറയുന്നത്. അപ്പം ഞാൻ അത് ചെയ്യാതെ ബാക്കിയെല്ലാം ചെയ്താൽ, ഈ ലോകപ്രകാരം ഞാൻ വലിയ സക്സസ് ആണെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും കർത്താവ് അന്ത്യന്യായവിധിയുടെ സമയത്ത് അതൊരു സക്സസ് ആയി കരുതണമെന്നില്ല. അപ്പം ബാക്കിയൊന്നും വേണ്ട എന്നോ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ആ പ്രയോറിറ്റി കൃത്യമായിട്ട് മനസ്സിലാകണം. അതായത് കർത്താവിൻ്റെ ഒരു ഡ്രീം അനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് എൻ്റെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലായി കർത്താവിന് നമ്മളെക്കുറിച്ചെല്ലാം ഒരു വലിയ പദ്ധതിയും ഒരു പ്ലാനും ഒരു ഡ്രീമും ഉണ്ടല്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഓരോ പദ്ധതികളുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ഒരു നല്ല ഭാര്യയാകണം, ഈ ആളുടെ കല്യാണം കഴിച്ച് ഒരു ഉത്തമയായ ഭാര്യയായി ജീവിക്കണം അല്ലേ. ഒരു ഭാര്യ എന്ന പദവിയിലേക്ക് എന്നെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എൻ്റെ മകള് ഒരു നല്ല ഭാര്യയായിട്ട്, ഉത്തമ ഭാര്യയായിട്ട് ആ കുടുംബത്തിൽ ഒരു വിളക്കായിട്ട് ശോഭിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആ സമയത്തെ ഡ്രീം. ഉത്തമ ഭാര്യ മാത്രമല്ല, അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു നല്ല മകളും ആയിരിക്കണം, അല്ലെ ഒരു മരുമകളും ആയിരിക്കണം. നമ്മൾ ആ കുടുംബത്തിലേക്ക് പോകുമ്പോൾ ആ മാതാപിതാക്കളെ നമ്മുടെ മാതാപിതാക്കളായിട്ട് തന്നെ കരുതി അതുപോലെ അവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സോടുകൂടി ആയിരിക്കണം നമ്മൾ ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത്.